ജി സുധാകരന്റെ കടുത്ത നിലപാട് CPM നേതൃത്വത്തിന് ചില്ലറ തലവേദനയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. റഹീസ് റഷീദ് കൂടി ചേരുകയാണ്. റഹീസ്, സുധാകരൻ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഇപ്പോൾ അനുനയ നീക്കം നേതൃത്വം അവസാനിപ്പിച്ചിട്ടുണ്ടല്ലേ? സുധാകരന്റെ അടുത്ത നീക്കം എന്ത് എന്നിപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. സുധാകരനൊപ്പം പ്രവർത്തകർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് CPIM? വിനിത, ജി സുധാകരനുമായി ഇനിയൊരു ചർച്ച വേണ്ടതില്ല എന്ന തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ CPIM എത്തിയതാണ്. അവസാനവട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയെ പറഞ്ഞുവിട്ടത്. പക്ഷേ അവിടെ മഞ്ഞുരുകിയില്ല. നാളെ സുധാകരൻ CPIMനെതിരായി അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ സംഭവിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ LDF സ്ഥാനാർത്ഥികളുടെ തന്ത്രങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി പാർട്ടി അടുത്തിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയിലെ അംഗമാണ് ജി സുധാകരൻ. തന്ത്രങ്ങൾ രൂപീകരിക്കാൻ കൊണ്ടുവന്ന കമ്മിറ്റിയിലെ അംഗം തന്നെ പാർട്ടിക്കെതിരായി മത്സരിക്കുന്ന ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് പോവുക എന്നതാണ്. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജി സുധാകരനൊപ്പം പാർട്ടി പ്രവർത്തകർ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിൽ ചെറിയ പാർട്ടി അനുഭാവികൾ പോലും പോകുന്നില്ല എന്ന കാര്യത്തിൽ അതാത് ഘടകങ്ങൾ ഉറപ്പുവരുത്തണം എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. ഒപ്പം രാഷ്ട്രീയമായി നാളെ മുതൽ ജി സുധാകരനെ പ്രതിരോധിക്കേണ്ടി വരും. അതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തണം. പ്രത്യേകിച്ച് രക്തസാക്ഷി സുധാകരന്റെ അനുജൻ പന്തളം NSS കോളേജിൽ 1977 പാർട്ടിക്ക് വേണ്ടി SFIക്ക് വേണ്ടി KSU പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു പാർട്ടിയുമായി എങ്ങനെ ജി സുധാകരന് ചേരാൻ പറ്റും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരണത്തിൽ ഇറങ്ങി പ്രതിരോധം തീർക്കണം എന്ന നിലപാട് കൂടി സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതായത് ജി സുധാകരൻ പുറത്തേക്ക് പോയി എന്ന് CPIM ഉറപ്പിച്ചിരിക്കുന്നു. വിനിത, അതാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ, UDFന്റെ കൈപിടിക്കുമോ എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ബാക്കിയാകുന്നത്. സുധാകരനെ പിന്തുണയ്ക്കാൻ ഒരുങ്ങുകയാണോ UDF എന്നുകൂടി അറിയണം. ഏതായാലും അമ്പലപ്പുഴ സീറ്റ് തൽക്കാലം ഒഴിഞ്ഞിട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നാളെ സുധാകരന്റെ നിർണായക വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. ഏതായാലും ജി സുധാകരന്റെ നിലപാട് എന്തായാലും അത് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.